അരുൺകുമാർ, ഞാനിങ്ങനെ കൗതുകത്തോടെ വീക്ഷിക്കുകയായിരുന്നു. ശങ്കുട്ടിദാസ് പറഞ്ഞ കാര്യങ്ങളോട് ഒരിക്കൽ പോലും ഖണ്ഡിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാനോ താങ്കൾക്ക് ഒരു ആലോചനയുണ്ടായി. നല്ല ക്ഷമയോടെ താങ്കൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഷിബു മീരാൻ പറഞ്ഞപ്പോൾ മാത്രമാണ് താങ്കൾ കൈവയ്ക്കുന്നതാണ് ഞാൻ കണ്ടത്. പറഞ്ഞോളൂ. ഇപ്പോൾ ഷിബു മീരാൻ മറുപടി നൽകാം. ശങ്കുട്ടിദാസ് പറയുന്ന കാര്യങ്ങൾ ഇതിൽ ഒരു തരത്തിലും ഭരണഘടനാ വിരുദ്ധതയില്ല എന്നുള്ളതാണ്. ഇത് ദേശീയതയുടെ അടയാളമായി തന്നെ അതിനെ കാണുകയാണ്. അതിൻ്റെ സ്വാഭാവികതയിൽ എല്ലാവരും കാണണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അന്തസത്ത. അല്ല, ശങ്കുട്ടിദാസ് ഒരു അഭിഭാഷകനാണല്ലോ. ശരിക്കും 3 വർഷം അല്ലെങ്കിൽ 5 കൊല്ലം LLB പഠിച്ച അഭിഭാഷകനായി ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ട ഒരാളാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം BJPയുടെ പ്രതിനിധി എന്ന രൂപത്തിൽ ഇവിടെ വന്നിരുന്ന് തനി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഭരണഘടനയിൽ ഒരിടത്തും ഭാരതാംബ എന്നുള്ള സങ്കല്പമില്ല. അതൊരു പ്രതീകമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും തരത്തിൽ RSS വിഭാവനം ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന അവരുടെ അജണ്ട പ്രകാരം ഉള്ള കൊടിയും പിടിച്ച് ഇന്ത്യയുടെ ശരിക്കുമുള്ള ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിർത്തിയിൽ നമ്മളെല്ലാം അംഗീകരിച്ച അതിർത്തിക്ക് വിരുദ്ധമായി ഒരു രൂപം വച്ച് നടത്തുന്ന പ്രചരണം, അതും ഒരു പരിസ്ഥിതി ദിനം പോലെ ഗവൺമെൻറ് കൃത്യമായി നടപ്പാക്കാൻ ഉദ്ദേശിച്ച ഒരു പദ്ധതി, ആ പദ്ധതിയിൽ ഭരണഘടനാപരമായിട്ട് മാത്രം പ്രവർത്തിക്കേണ്ട രാജ്ഭവൻ്റെ ഉള്ളിൽ ഗവർണർ തന്നെ ഇത്തരത്തിലൊരു അജണ്ട മുന്നോട്ട് വയ്ക്കുകയും ഗവൺമെൻറ് അത് നിഷേധിച്ചപ്പോൾ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയുടെ അജണ്ട നിർണ്ണയിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുത്ത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിനെ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും എത്ര ഭരണഘടനാപരമാണെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു മതരാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള ചുവടുകൾ വെച്ചുകൊണ്ട് ഓരോ അജണ്ടയുമായി ഓരോ ദിവസവും ഇറങ്ങി തിരിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ചെലവിലാണ് ഈ പരിപാടി. അതെ, അതുകൊണ്ട് തന്നെയാണ് അന്തസ്സോടെ, അതെ, സംസ്ഥാന ഗവൺമെന്റിന്റെ ചെലവിൽ നടത്താനാണ് ഉദ്ദേശിച്ചത്. അത് നടത്താൻ കഴിഞ്ഞില്ല. അന്തസ്സോടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു തരത്തിലുള്ള മടിയുമില്ലാതെ ഈ പരിപാടി വേണ്ട, രാജ്ഭവനിൽ വെച്ച് നടത്തേണ്ടതല്ലെന്ന് തീരുമാനിച്ച് പരിപാടി മാറ്റുകയാണ്. പക്ഷെ ലീഗിന്റെ പ്രതിനിധി എന്താ പറഞ്ഞേ? ലീഗിന്റെ പ്രതിനിധി പറയുന്നത് ഈ ഗവർണറോട് CPM-ന് ഭയമാണ്, ഗവൺമെന്റിന് ഭയമാണ്. സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് മറ്റൊരു വിഷയത്തിലല്ലേ, നികുതി കിട്ടാത്തതിന്റെ അല്ലേ, വിഹിതം കിട്ടാത്തതിന്റെ അല്ലേ? തീ കൊണ്ട് തല ചൊറിയരുതെന്ന് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് ആദ്യം സുപ്രീം കോടതി പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ബില്ലുകൾക്കുമേൽ അടയിരിക്കുന്നവരായി ഗവർണർമാർ അതമ്പതിക്കരുത് എന്ന് പറഞ്ഞതും കേരളത്തിന്റെ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്കെതിരെ കൊടുത്ത കേസിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. നാളെ ഞങ്ങൾ ഏറ്റവും തീവ്രമായിട്ടുള്ള ഇടപെടൽ നടത്തും, ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തും ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞ സുപ്രീം കോടതി പറഞ്ഞതിന്റെ തലേ ദിവസമാണ് ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ ചില ബില്ലുകളിൽ ഒപ്പിടുകയും ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത സാഹചര്യം. ഈ ഒരു ഘട്ടത്തിൽ പോലും കമാ എന്നൊരു അക്ഷരം പറയാത്തവരല്ലേ ലീഗ്? ഒരു ഘട്ടത്തിൽ പോലും ഈ കേരളത്തിന്റെ ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ ഇത്ര കേട്ടിരുന്നതാണല്ലോ. കേരളത്തിന്റെ തെരുവീതികളിൽ SFIക്കാർ തല തല്ലിപ്പൊളിക്കപ്പെട്ട്, അതുപോലെ ഇലക്ട്രിക് ലാത്തിയും ജലഭീരങ്കിയുമേറ്റ് നിലത്തു വീണ് ഗവർണറുടെ ഈ അരാഷ്ട്രീയ പ്രവണതയ്ക്കെതിരെ, ഭരണഘടനാ വിരുദ്ധ മതേതര വിരുദ്ധ പ്രവണതയ്ക്കെതിരെ, ഈ ഫെഡറലിസം തകർക്കുന്ന നയങ്ങൾക്കെതിരെ സമരം നടത്തുമ്പോൾ ഒരൊറ്റ ലീഗുകാരനും ആ പരിസരത്തുണ്ടായിരുന്നില്ല. നിങ്ങളും സെനറ്റിലും സിൻഡിക്കേറ്റിലും ഏകപക്ഷീയമായി യൂണിവേഴ്സിറ്റി നിയമങ്ങൾക്ക് വിരുദ്ധമായി ഗവർണർ തിരികെ കയറ്റിയ പേരിൽ ഉൾപ്പെട്ടവരാണ് ലീഗുകാർ, കോൺഗ്രസുകാർ, BJPക്കാർക്കൊപ്പം തന്നെ. അന്നെല്ലാം ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ആയിരുന്നു നിങ്ങൾക്ക്. അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങൾക്ക് കൊല്ലാം ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾ തള്ളി പറഞ്ഞില്ല. ഈ ഗവൺമെന്റിനെ എനിക്കൊരു ചോദ്യം കൂടി. ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്, അതായത് സുപ്രീം കോടതി പോലും ഗവർണറുടെ അധികാരങ്ങൾ എവിടെ വരെയാണ് വരയ്ക്കേണ്ടതെന്ന് കൃത്യമായി നിർണയിച്ചിരിക്കുന്ന സമയമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് ഇത്ര അനുകൂലമായ സമീപനം ഉണ്ടായിട്ടും ഗവർണർമാരുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്തിരുന്ന നിങ്ങളുടെ യുദ്ധം നിങ്ങളിപ്പോൾ അവസാനിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഇത്രയും അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമായി പുറത്തേക്ക് വരുന്നില്ല. ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആർലക്കറുമായി ബന്ധപ്പെട്ട് അത് ഉണ്ടാകുന്നില്ല? പ്രത്യേകിച്ച് ഈ RSS ആശയങ്ങൾ രാജ്യത്തിന്റെ ആശയമായി അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ. അല്ല, ഒറ്റ കാര്യം, ഇവിടെ മുഖ്യമന്ത്രി ഭരണഘടനാ പദവിയാണ്, ഗവർണർ ഭരണഘടനാ പദവിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട ഘട്ടത്തിലെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പൊ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസ് പിൻവലിക്കാൻ കേരളം ആഗ്രഹിച്ചത് തമിഴ്നാടിന്റെ വിധിയിൽ ഒരു പ്രീസിഡന്റായി രാജ്യത്താകമാനം ബാധകമായിട്ടുള്ള വിധി ആയതുകൊണ്ടാണ്. ഒരൊറ്റ കാര്യം പറയട്ടെ, ഈ ഡോക്ടർ മോഹൻ വർഗീസ് നിലത്ത് കിടന്ന് ഉരുളുന്ന അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ നിലപാടും RSSന്റെ മുന്നിൽ തൊഴുത് ആ നിലത്ത് വീണ് കാല് പിടിക്കുന്ന ഒരു സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നല്ലോ. ഇത്തരത്തിലുള്ള ആളുകൾ എന്തിനാണ് ഭയപ്പെടുന്നത്?
ഇപ്പൊ മണിപ്പൂരിലടക്കം പാവപ്പെട്ട പെൺകുട്ടികളെ ക്രൂരമായി ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് നഗ്നരായിട്ട് നടത്തിയ സംഭവങ്ങളടക്കം 4500 ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ആക്രമണം കഴിഞ്ഞ ഒരു വർഷമായി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ന്യൂനപക്ഷത്തിനെതിരെ ക്രൂരമായിട്ടുള്ള ആക്രമണം നടക്കുമ്പോഴും ചില ആളുകൾ ഇതെല്ലാം കണ്ട് അങ്ങ് മയപ്പെട്ട് ആരൊക്കെയോ ഭയപ്പെട്ടുകൊണ്ട് RSSനെ അങ്ങ് മഹത്വവൽക്കരിക്കുന്ന കാഴ്ച. അദ്ദേഹം എന്താ പറഞ്ഞ ഗവർണറിൽ വലിയ പ്രതീക്ഷ. ഒരു ഗവർണറിലും പ്രതീക്ഷിക്കേണ്ട ഇവരൊക്കെ കൃത്യമായി മതരാഷ്ട്രമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ വേണ്ടി അജണ്ട വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ഇറങ്ങി തിരിച്ചവരാണ്. ഓരോ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞല്ലോ ഗവർണർ, ആ ഗവർണറുടെ കൃത്യമായിട്ടുള്ള അധികാരവും പദവിയും ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയാണ് സുപ്രീം. ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്തിട്ടോ അവിടെ കൊണ്ടുപോയി പൂവിട്ടിട്ടോ അല്ലെങ്കിൽ ഭരണഘടനയിൽ ഏതെങ്കിലും ആമുഖം വായിച്ചിട്ടോ പരിസ്ഥിതി ദിനം നടത്തണമെന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ വാചകങ്ങൾ വെച്ചിട്ട് അർലേക്കർ കൊള്ളാമെന്ന് പറയാം. പക്ഷേ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു മതരാഷ്ട്ര സങ്കല്പത്തിൽ RSS വിഭാവനം ചെയ്യുന്ന അതേ രൂപത്തിലുള്ള അജണ്ട വെച്ചുകൊണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ മനസ്സില്ലെന്ന് പറയാൻ ശേഷിയുള്ള ഗവൺമെന്റും ഭരണകക്ഷിയും അതുപോലെ CPM ഉം CPI ഉം അടക്കമുള്ള കക്ഷികളുണ്ട് എന്നുള്ള അഭിപ്രായം അല്ലല്ല ഒരു കൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല. പരസ്പരം ഒരിക്കലും കൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലല്ല ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അത് ഏത് ഗവർണർമാർ വരുമ്പോഴും ഭരണഘടനാപരമായി കൂടിയാലോചനയിലൂടെ പോകണമെന്ന നയം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. UDF കരട് ചട്ടത്തിനെതിരെ ക്ഷമിക്കണം UGC കരട് ചട്ടത്തിനെതിരെ സർക്കാർ കൺവെൻഷൻ സംഘടിപ്പിച്ചത് അങ്ങോട്ട് പോയി വിശദീകരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കേണ്ടി വന്നു കേട്ടോ എന്ന് അവതരിപ്പിക്കേണ്ട ഒരു അവസ്ഥ എന്താണ്? ഇതൊന്നുമില്ല. ഗവർണർ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ ഗവർണർ എന്ന വ്യക്തിയുടെ ഉള്ളിൽ RSSകാരന്റെ അജണ്ടയുമായിട്ട് പുറത്തേക്ക് വന്നാൽ ഞങ്ങൾ പോയി പണി നോക്കാൻ തന്നെ പറയും. അതുതന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാനോട് എല്ലാ ഘട്ടത്തിലും പറഞ്ഞത്. ഈ ഘട്ടത്തിലും ഞങ്ങൾ അത് പറയും. രാജ്ഭവന്റെ ഉള്ളിൽ അല്ലല്ല കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ രാജ്ഭവന്റെ ഉള്ളിൽ അദ്ദേഹത്തിനുള്ള സൂപ്രമസി ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധവും രാജ്യ താല്പര്യത്തിനെതിരെ എന്ത് ചെയ്താലും ചെയ്യാവുന്ന എല്ലാ മാർഗങ്ങളും ഞങ്ങൾ ചെയ്യും. ശക്തമായി രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നേരിടും. ഒറ്റ പ്രശ്നം എന്താ, രാഷ്ട്രപതിയെ പിൻവലിക്കണമെന്ന് പറഞ്ഞില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.